നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. വൈകിയെത്തുന്ന വിവേകം. സൗമ്യ വധക്കേസിൽ സുപ്രീംകോടതി കൂടുതൽ തെളിവുകൾ ആരാഞ്ഞ സാഹചര്യത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ S. സുരേഷിനെ കൂടി അഭിഭാഷക സംഘത്തിൽ ഉൾപ്പെടുത്താൻ സർക്കാർ ആലോചന. പുതിയ നീക്കം കേസിലെ അപ്പീൽ വാദത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന വിലയിരുത്തലിനെ തുടർന്ന്. കേസിലെ നിർണായക തെളിവുകൾ സുപ്രീംകോടതിയെ ധരിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് നിയമമന്ത്രി AK ബാലൻ. കേസിൽ UDF സർക്കാർ നിയോഗിച്ച സംഘത്തെ ഈ സർക്കാർ നിലനിർത്തുകയായിരുന്നു. സുപ്രീംകോടതിയിൽ വാദം നടക്കുന്ന വിവരം അഭിഭാഷകർ അറിയിച്ചില്ലെന്നും മന്ത്രി. അതേസമയം സൗമ്യ വധക്കേസിലെ അപ്പീൽ വാദത്തിൽ ഇടതു സർക്കാരിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് ഉമ്മൻചാണ്ടി. പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ മുൻ സർക്കാർ കാണിച്ച ജാഗ്രത പിണറായി സർക്കാർ കളഞ്ഞുകുളിച്ചു. നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കണമെന്നും മുൻ മുഖ്യമന്ത്രി. വേലിക്ക് പുറത്ത് VS. ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ VS സമർപ്പിച്ച പേഴ്സണൽ സ്റ്റാഫ് പട്ടികയിൽ CPM-ന്റെ തിരുത്ത്. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ശുപാർശ ചെയ്ത VK ശശീന്ദ്രനെ നിയമിക്കാനാകില്ല. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ശശീന്ദ്രനെന്നും വിശദീകരണം. പേഴ്സണൽ സ്റ്റാഫ് നിയമനം സംബന്ധിച്ച് VS മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്കും അംഗീകാരമില്ല. സെക്രട്ടേറിയറ്റിനുള്ളിൽ ഓഫീസ് അനുവദിക്കുന്നതുമായും ഔദ്യോഗിക വസതി സംബന്ധിച്ചും അഭിപ്രായ ഭിന്നത. പ്രശ്നത്തിൽ അന്തിമ തീരുമാനം 17-ന് തുടങ്ങുന്ന കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം. കിട്ടിയത് പോരാഞ്ഞ്. K. ബാബുവിന്റെ അനധികൃത സ്വത്തുക്കൾ കണ്ടെത്താൻ നടപടി തുടങ്ങിയതിനു പിന്നാലെ ബാറുകളിൽ നിന്ന് ലാഭവിഹിതം വാങ്ങിയെന്ന ആരോപണവും അന്വേഷണത്തിൽ. ലൈസൻസിന് കോഴ നൽകാതിരുന്ന ബാർ ഉടമകളിൽ നിന്ന് ബാബു 5% മുതൽ ലാഭവിഹിതം ഈടാക്കിയെന്നാണ് ആക്ഷേപം. ബാബുവിനെതിരായ പുതിയ ആരോപണത്തിൽ വിജിലൻസ് രഹസ്യാന്വേഷണത്തിന് നീങ്ങുന്നത് ഇത് സംബന്ധിച്ച് ലഭിച്ച ചില കത്തുകൾ ആധാരമാക്കി. അതേസമയം അനധികൃത സ്വത്ത് കേസിൽ ബാബുവിനെയും അഴിമതി കേസിൽ KM മാണിയെയും വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യുമെന്നും റിപ്പോർട്ട്. സൈന്യമോ സമാധാനമോ? കശ്മീരിൽ കേന്ദ്ര സർക്കാർ സമവായ ശ്രമം തുടരുന്നതിനിടെ സൈനിക വിന്യാസം വിപുലമാക്കാൻ നീക്കം. അതിർത്തി രക്ഷാസേനയ്ക്കും സംസ്ഥാന പോലീസിനും ഏത് ഘട്ടത്തിലും സഹായത്തിന് സജ്ജമാകാൻ സേനയ്ക്ക് കരസേനാ മേധാവിയുടെ നിർദ്ദേശം. ജനറൽ ദൽബീർ സിംഗ് സുഹാഗ് കശ്മീർ സന്ദർശിച്ചത് ഇന്നലെ. സർക്കാരിന് സ്വാധീനം നഷ്ടമായ തെക്കൻ കശ്മീരിലേക്ക് കൂടുതൽ സൈനികർ. ഗ്രാമങ്ങളിലേക്കും അതിർത്തി മേഖലകളിലേക്കും കൂടുതൽ സൈനികരെ അയക്കും. 5 വർഷമായി കശ്മീരിൽ സേനാബലം കുറച്ചു കൊണ്ടുവന്നിട്ടും സ്ഥിതി ഭേദപ്പെടാത്തതിനാൽ സേനയുടെ ശ്രമം പഴയ സാഹചര്യം പുനഃസ്ഥാപിക്കാൻ. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2860 രൂപ, പവൻ 22,880 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.